ഭൂതപ്രേത വിളയാട്ടം. അടുത്ത കുറെ ദിവസങ്ങളായി ഈ വാർത്തകൾ തുടരെ കാണുന്നു. ഉവ്, കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അന്ധവിശ്വാസം. നമുക്കിതിനെതിരായി പ്രതികരിക്കണം. എങ്ങനെ? നിങ്ങൾ രണ്ടാളും സൈക്കോ ട്രീറ്റ്മെന്റിൽ ബിരുദം നേടിയവരാണ്. നിങ്ങളുടെ സേവനം ശാന്തിവനത്തിലെ ഗ്രാമീണർക്കാണ് ഇപ്പോൾ ആവശ്യം. അവിടുത്തെ ഗ്രാമീണരെ നിങ്ങൾ ബോധവൽക്കരിക്കണം. നിങ്ങൾ രണ്ടുപേരും ഉടൻ ശാന്തിവനത്തിലേക്ക് പുറപ്പെടണം. ഷുവർ സർ. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. കേട്ടോ മഹേന്ദ്ര, പാവ പുറത്തു പോകും. ഇല്ല മമ്മി, ചുമ്മാ ആയിരിക്കും അറിയാ, അവനറിയില്ല. ഈ തലയകത്തില് തായേ രക്ഷിക്കണേ, അമ്മേ രക്ഷിക്കണേ. ആ, നിങ്ങൾ പോയി പുറത്ത് എന്നെ കാണാൻ വന്നു നിൽക്കുന്ന പെൺകുട്ടിയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ശരി. അമ്മയെ രക്ഷിക്കണം. അമ്മേ, ഇവരെ രക്ഷിക്കണം. മകളെ, ശാന്തമാകൂ. നിന്റെ പ്രക്ഷുബ്ധമായ മനസ്സിനെ അടക്കി നിർത്തൂ. ഈ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. അടങ്ങ്, അടങ്ങനെ പറഞ്ഞത്. നിന്നോടല്ലേ അടങ്ങാൻ പറഞ്ഞത്? അടങ്ങ്. എന്റെ പൊന്നുമകളുടെ ശരീരത്തിൽ ആരാണ് വന്ന് കുടികൊണ്ടിരിക്കുന്നത്? പറഞ്ഞോളൂ. ഈ അമ്മ നിന്നെ തലോടാം, ആശ്വസിപ്പിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയായ ഈ അമ്മയുടെ മുഖത്ത് നോക്കി ധൈര്യമായി പറഞ്ഞോളൂ, ആരാണ് നീ? ഉറങ്ങിക്കൊള്ളൂ. സകലതും മറന്ന്, സ്വയം മറന്ന് എന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങിക്കൊള്ളൂ.
തേടിയായിരുന്നു എന്റെ യാത്ര. നിനക്ക് വേണ്ടിയായിരുന്നു ഈ ജന്മം. ഓ, പിന്നാലെ ഞാനുമുണ്ട്. ഒറ്റ പ്രാവശ്യമേ ഞാൻ ദേവിയമ്മയെ കാണാൻ പോയുള്ളൂ. ഓ, എന്തൊരു തേജസ്സാണ് അവർക്ക്. അവരുടെ കണ്ണുകൾക്ക് എന്തൊരു വശ്യതയാണ്. മധു, ഞാൻ പറയുന്ന കേക്ക്. നിനക്കിടയ്ക്കിടെ വരാറുള്ള കുളിരും പനിയും മാറും. നീ ഒരു തവണ ദേവിയമ്മയെ പോയി കണ്ടാ മതി. പക്ഷേ എന്റെ അച്ഛൻ സമ്മതിക്കില്ല. അമ്മയെയും ആശ്രമത്തെയും അച്ഛന് വലിയ മതിപ്പൊന്നുമില്ല. നിരന്തരം എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന തലവേദന ഇപ്പോഴില്ല. എന്നെ കൊണ്ടുപോയത് നമ്മുടെ പ്രസിഡന്റ് ദാസപ്പഞ്ചേട്ടനായിരുന്നു. അമ്മ എന്നെ കിടത്തി തല മുതൽ പാദം വരെ ആ കൈകൾ കൊണ്ട് തലോടി. അവരുടെ സൗന്ദര്യം എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇടയ്ക്കിടെ ആ ദേവിയമ്മ എന്റെ ഉറക്കം കെടുത്താറുണ്ട്. നീ അവിടം വരെ ഒന്ന് പോണം. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഹലോ, എവിടെയാണ് ശാന്തിവനം ഗസ്റ്റ് ഹൗസ്? നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് പോയാൽ മതി. താങ്ക്സ്. എന്തുവാടായി പോയത്? സൂപ്പർ. Wow, beautiful. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. Really, I'm so happy. ഡാ, നിനക്ക് ഈ വീട് ഇഷ്ടമായോ മോനെ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഡാഡി. ആഹാ. കൊച്ചുമ്മേ, എന്റെ പേര് ഭവാനി. ഇവിടെ ആര് താമസിക്കാൻ വന്നാലും ഞാനാ സഹായത്തിന്. പാചകം നല്ല വശമുണ്ട്. എവിടെയാ വീട്? ഇവിടെ അടുത്ത വീട്. ആരൊക്കെയുണ്ട് ഭവാനിയുടെ വീട്ടില്? എന്റെ ഭർത്താവും മണിയപ്പനും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ മണിയപ്പന് ജോലി? നാടോടിയാ. ഒരു പോക്ക് ഒരു വരവ്, അതാ സ്വഭാവം. ആ, ഭക്ഷണം എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ തയ്യാറാക്കിക്കോളാം. ശരി. ആ, മോനെ മഹേന്ദ്ര. എന്തോ അമ്മേ? ഇനി മുതൽ മോന്റെ ക്ലോസ് ഫ്രണ്ട് ഈ ഭവാനിയാ. ശരി, ഇനി മുതൽ ഞാനാ മോന്റെ ഫ്രണ്ട്. ആന്റിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? ഇല്ല, മോൻ പറഞ്ഞു തന്നാ മതി, ആന്റി പഠിച്ചോളാം കേട്ടോ. ഓക്കെ. ആ ഭവാനി, സൂക്ഷിക്കണം. ഇവന് കുസൃതി അല്പം കൂടുതലാ, കുറച്ച് വാലും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നടക്ക്. വാ. ഇനി മുതൽ നീ കരയരുത്. നിന്റെ കണ്ണീരിന്റെ വിലയും വേദനയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഉമ്മയും ബാപ്പയും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടപ്പോ താങ്ങും തണലും നഷ്ടപ്പെട്ടു. എനിക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നില്ലമ്മേ. നിനക്കിവിടെ എന്നോടൊപ്പം കഴിയാം. നിന്നെ പോലെ എത്രയോ പെൺകുട്ടികൾ ഇവിടെയുണ്ട്, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടവർ. ഇന്നു മുതൽ നീ ഇവിടുത്തെ അന്തേവാസിയാണ്. മകളെ ലക്ഷ്മി, ആമിന ഇനി മുതൽ നമ്മുടെ കൂടെയാണ് താമസം. അവളെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തൂ. ആമിനെ, ഇന്നു മുതൽ ഞാൻ നിന്നെ സ്വന്തം പോലെ കരുതുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് അനുസരണയോടെ നടന്നാൽ നിനക്ക് മേലിൽ ദുഃഖിക്കാൻ ഇടവരില്ല. കേട്ടല്ലോ? ശരിയമ്മേ. ദൈവം നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഇല്ലെങ്കിൽ ഈ മാനസിക പൊരുത്തം നമുക്ക് കിട്ടില്ലായിരുന്നു. ക്രിസ്ത്യാനിയായ എനിക്ക് അതിന് ഉത്തരവുണ്ട്. എന്തത്? ആദത്തിന്റെ വാരയിലെടുത്താണ് അവയെ സൃഷ്ടിച്ചത്. ജനിക്കുമ്പോഴേ അവരവരുടെ ഇണയെ തമ്പുരാൻ കരുതിയിരിക്കുന്നു എന്ന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മോഹനേട്ടനെ കണ്ട നാൾ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടമായി, കൂടുതൽ അടുത്തപ്പോ വലിയ ഇഷ്ടമായി. നമുക്കിടയിൽ ജാതിയോ മതമോ തടസ്സമായിരുന്നില്ലല്ലോ.
നമ്മുടെ ജീവിതം മാതൃകാപരമായിരിക്കണം. ഈ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കണം. മഹേന്ദ്രനെ ഒരു മരത്തിന്റെയും ചട്ടക്കൂടിൽ ഒതുക്കരുത്. അവനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണം.